കേരള പോലീസ് പിടിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ബാസി പറഞ്ഞ പോലെ ഞാനെല്ലാം മേലെ പറഞ്ഞോളാന്ന് പറഞ്ഞ പോലെ നിങ്ങളോടൊന്നും പറയാനല്ല, എല്ലാം ഞാൻ പോലീസുകാരോട് പറഞ്ഞോളാം. ഞാൻ ആലോചിക്കണ്ടേ, 10 മണി പറഞ്ഞിരുന്ന അവൻ 8:15 അവനക്ക് എത്തി കഴിഞ്ഞാൽ അത് വാർത്ത ഒരു തോതിലാണ് സമയത്തിന് മുമ്പ് എത്തുന്നത്. ശരിക്കും അങ്ങനെ ഒരു പേടിയുണ്ടോ? ഇപ്പൊ ഓഫ് കോഴ്സ് ഇപ്പം വാർത്ത തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ അയ്യോ അതുകൊണ്ടാണ് പേടിയില്ല. ഞാൻ ഇരുന്ന് വാങ്ങിക്കുന്ന സിഗരറ്റ് അല്ലാണ്ട് സ്വന്തമായിട്ട് എനിക്ക് എന്തായാലും ഒന്നുമില്ല. ഊട്ടിയിട്ട് കത്തിക്കുന്ന ആളാ. അങ്ങനെ പേടിയൊന്നുമില്ല. ഇപ്പം നമ്മളൊരു സിനിമയുടെ ഭാഗമാകുമ്പോൾ കറക്റ്റ് സമയത്ത് സെറ്റിൽ എത്തുക, അല്ലെങ്കിൽ പ്രൊമോഷൻ ആയാലും ഇപ്പൊ ധ്യാൻ ചേട്ടൻ ഏത് സിനിമയാണെങ്കിലും പ്രൊമോഷൻ വന്നിരിക്കുന്നുണ്ട്. അല്ലാതെ ഒത്തിരി ആളുകൾ സിനിമയുടെ പ്രൊമോഷനോട് വരാത്ത ആളുകളുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതല്ലേ ഇത് റീച്ച് ആയിട്ട് വേണം അടുത്ത പടം പിടിക്കാൻ. ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിട്ടുള്ള ധ്യാൻ സിനിമ ചെയ്യുന്നത്. അതെ, ചേട്ടൻ ഒരു ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരു 10 ഇന്റർവ്യൂ ഉണ്ട്. 10 ഇന്റർവ്യൂവിന് ഓരോ കഥകള് ഇപ്പൊ നേരത്തെ പറഞ്ഞു, ഈ കഥ എനിക്ക് അടുത്ത ഇന്റർവ്യൂവിന് പറയണം. അങ്ങനെ ഒരു പ്ലാനോട് കൂടി അവര് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ ഇവനെയൊക്കെ കൊല വിളിച്ചത്. അത് പിടിച്ചില്ല. പ്ലാനൊക്കെ ഇട്ട് വരുവാണെങ്കിലുണ്ടല്ലോ അറിയാല. പ്ലാൻ ഉണ്ടായിരുന്നു എനിക്ക് വർഷങ്ങൾക്ക് ശേഷത്തിന്റെ പ്രൊമോഷൻ വരുന്ന സമയത്ത്. ചില പ്രൊമോഷൻ നമ്മൾ വരുമ്പോ അപ്പൊ എനിക്കറിയാം ബേസിലുണ്ട്. അപ്പൊ ഞാൻ ഓർത്ത് ഇവൻ സെറ്റിലുള്ള കഥകളൊക്കെ ഓർത്ത് നോട്ട് ചെയ്ത് വെച്ചിട്ട് വർഷങ്ങൾക്ക് ശേഷം സമയത്ത് ഞാൻ പ്ലാനല്ല, എന്തൊക്കെ പറയും, എന്തൊക്കെ അവൻ എങ്ങനെ തകർക്കാം, തിരിച്ച് അവനെ നമ്മളെ ഒരുത്തം മാത്രം അടിച്ചിട്ട് കാര്യമില്ല, തിരിച്ച് നമ്മളെ നിന്ന് കൊടുക്കണമല്ലോ, എന്നാലേ രസം ഉണ്ടാവുള്ളൂ. അപ്പൊ അവനെ തിരിച്ചെന്നും ഇട്ടുകൊടുത്താലേ അവൻ പറയുള്ളൂ. അപ്പൊ അവൻ കൃത്യമായിട്ട് അതിനെ വരവേൽക്കുകയും അവനെ തിരിച്ചടിക്കുകയും ചെയ്തു. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യം ഇപ്പൊ എല്ലാം ഒത്തിരി ക്യാമറ കണ്ണുകൾ ഉള്ളതുകൊണ്ടേ നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഇല്ലേ ഇതിപ്പോ വൈറലാവോ? കാരണം ഇപ്പൊ ഷെയ്ക്കൻ യൂണിവേഴ്സ് തന്നെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നിങ്ങൾക്ക് പേടിയുണ്ടോ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ ക്യാമറകൾ കാണും അല്ലാതെ പ്രേക്ഷകരിൽ എത്തുമ്പോൾ അത് വൈറലാവും, അങ്ങനെ ടെൻഷൻ ഉണ്ടോ ഇപ്പൊ ഒരു സമയത്ത്? എനിക്കോ അങ്ങനെ ടെൻഷൻ ഇല്ലാത്ത ഒരാളെ ഞാനായിരിക്കും. ഇപ്പൊ ആവശ്യത്തിന് ചീത്തപ്പേരുണ്ടല്ലോ. ഇവിടെ അങ്ങനെയുണ്ടോ? അങ്ങനെ അങ്ങനൊന്നുമില്ല. മീഡിയ അല്ലെങ്കിൽ അതൊരു വാർത്തയാവും, നിങ്ങളൊരു സെലിബ്രിറ്റിയാണ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇത്ര ആളുകൾ കാണുന്നതാണ്, അപ്പൊ അങ്ങനെ ഒരു ടെൻഷൻ കാര്യം അങ്ങനൊന്നുമില്ല. അങ്ങനൊന്നുമില്ല. ഷെയ്ക്കാൻഡ് കൊടുത്തിട്ട് എന്താ സംബന്ധിച്ച് ഷെയ്ക്കാൻഡ് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടാവും. നിങ്ങൾ പക്ഷെ ഇടുന്നത് ഷെയ്ക്കാൻഡ് കിട്ടാത്തതായിരിക്കും. ആ കാര്യത്തിൽ പേടിയുണ്ട്. നമുക്കിപ്പോൾ എപ്പോഴും റോഡിൽ കൂടെ ഇറങ്ങുമ്പോൾ ചിരിച്ച് ഇങ്ങനെ നടക്കാൻ പറ്റുമോ? നമുക്കും ഇല്ലേ ഓരോ അല്ലേ, നമ്മളോരോ തൊഴിലുമായിട്ട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ചിന്തിച്ചല്ലേ നടക്കുന്നത്. അപ്പൊ എല്ലാവരോടും ഒരുപോലെ നമുക്ക് പൊതുവെ ഇപ്പൊ നാട്ടിലെ ആർക്കും തന്നെ സിനിമാക്കാരോട് വലിയ മതിപ്പൊന്നുമില്ല. അപ്പൊ പിന്നെ കുഴപ്പമില്ല, അവിടെ ഞങ്ങൾ ഓക്കെയാണ് അല്ലേ? പ്രത്യേകിച്ച് ചുമ്മാ ഇപ്പൊ ഇൻസ്റ്റയിലുള്ള ആൾക്കാരോടാണല്ലോ മതിപ്പ്. അത് മതി കാര്യമായിട്ട് എടുത്തു